ജൂൺ 4 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രി അമിത് ഷായും തൊഴിൽ രഹിതരാകുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ. നരേന്ദ്രമോദിക്ക് ഭരണം നഷ്ടപ്പെടുമെന്ന പ്രചരണം ഇന്ത്യ സഖ്യം ശക്തമാക്കിയതിന് പിന്നാലെയാണ് ഖാർഗെയുടെ പ്രതികരണം. താൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത് ജോലി ചെയ്യാനല്ല, സാമൂഹിക പ്രവർത്തനത്തിന് വേണ്ടിയാണെന്നും ഖാർഗെ പറഞ്ഞു. അമൃത്സറിൽ നടന്ന വാർത്താ സമ്മേളനത്തിലായിരുന്നു പരാമർശം. തന്റെ ജോലി പോകുമെന്ന് മോദി പറഞ്ഞത് ശരിയാണ്. കാരണം മോദി വഹിക്കുന്ന സ്ഥാനപദവികൾ അദ്ദേഹത്തിന് നഷ്ടമാകാൻ പോകുന്നു. തങ്ങൾ അത് ഏറ്റെടുക്കാനും താൻ MP ആയും MLA ആയും എല്ലാം പ്രവർത്തിച്ചതല്ലേ എന്നും ഖാർഗെ ചോദിച്ചു. BJP 400 സീറ്റ് നേടുമെന്ന അവകാശവാദത്തെ തള്ളിയ ഖാർഗെ NDA സഖ്യം 200 സീറ്റുകൾ കടക്കില്ലെന്നും പറഞ്ഞു. കേരളത്തിലും തമിഴ്നാട്ടിലും തെലങ്കാനയിലും BJPക്ക് അസ്തിത്വമില്ലെന്നും ഖാർഗെ ചൂണ്ടിക്കാട്ടി. കർണാടകയിൽ BJP നിലനിൽക്കുന്നത് 50-50 എന്ന കണക്കിലാണ്. സംസ്ഥാനത്തെ എല്ലായിടങ്ങളിലും BJP ദുർബലമാണെന്നും ഖാർഗെ ചൂണ്ടിക്കാട്ടി. പശ്ചിമ ബംഗാളിലും ഒഡീഷയിലും BJP സമാനമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ഖാർഗെ പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് 400 സീറ്റ് നേടുമെന്ന വാദം മോദിയും ഷായും ഉയർത്തുന്നതെന്നും ഖാർഗെ ചോദിച്ചു. അതേസമയം കാറ്റ് മാറി വീശുമെന്നാണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും RJD നേതാവ് ലാലു പ്രസാദും പ്രതികരിച്ചത്. തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചരണം വ്യാഴാഴ്ച അവസാനിക്കാനിരിക്കെയാണ് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. മോദിക്ക് ഭരണം നഷ്ടമാകുമെന്നും നേതാക്കൾ ഊന്നി പറയുന്നു. കഴിഞ്ഞ ദിവസം തങ്ങൾ 310 സീറ്റ് നേരത്തെ നേടിക്കഴിഞ്ഞുവെന്ന് അമിത് ഷാ പ്രതികരിച്ചിരുന്നു. NDA സഖ്യം 400 സീറ്റിലേക്ക് എത്തുമെന്ന് മോദിയും പറഞ്ഞിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയതിനു ശേഷം 75 അഭിമുഖങ്ങളാണ് മോദി മാധ്യമങ്ങൾക്ക് നൽകിയത്. കഴിഞ്ഞ 4 മാധ്യമങ്ങൾക്ക് അഭിമുഖങ്ങൾ നൽകിയ മോദി തെരഞ്ഞെടുപ്പിനെ ഭയന്നു തുടങ്ങിയ വിമർശനവും ഉയർന്നിരുന്നു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും സമാജ്വാദി അധ്യക്ഷൻ അഖിലേഷ് യാദവും സംയുക്തമായി മോദിയുടെ മണ്ഡലമായ വാരണാസിയിൽ പ്രചരണം നടത്തിയതിന് പിന്നാലെ മണ്ഡലത്തിലെ BJP പ്രചരണത്തിന്റെ ഉത്തരവാദിത്തം പാർട്ടി അമിത് ഷായ്ക്ക് കൈമാറുകയുമുണ്ടായി. മോദി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായി 3 തവണ തിരഞ്ഞെടുക്കപ്പെട്ടു. ആദ്യം 2001 കേശുഭായ് പട്ടേൽ സ്ഥാനമൊഴിഞ്ഞിടത്തേക്ക് അദ്ദേഹത്തിന് പകരം BJPയുടെ മുഖ്യമന്ത്രിയായി മോദി സ്ഥാനമേറ്റെടുത്തു. അതിനുശേഷം നടന്ന 3 നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJPയുടെ സർക്കാർ അധികാരത്തിൽ വരികയും 2002ലും 2007ലും തുടർന്ന് 2012ലും മോദി തന്നെ മുഖ്യമന്ത്രിയായി തുടരുകയും ചെയ്തു. 2001 കേശുഭായ് പട്ടേലിന്റെ മന്ത്രിസഭയ്ക്ക് നേരെ അഴിമതി, അധികാര ദുർവിനിയോഗം എന്നീ ആരോപണങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഗുജറാത്തിൽ പകരം ഒരു നേതാവിനെ കുറിച്ച് ഭാരതീയ ജനതാ പാർട്ടി ചിന്തിക്കാൻ തുടങ്ങി. 2001 ഗുജറാത്തിൽ ഉണ്ടായ ഭൂകമ്പക്കെടുതികൾ കൈകാര്യം ചെയ്ത രീതിയെക്കുറിച്ചും ധാരാളം വിമർശനങ്ങൾ ഉയർന്നിരുന്നു. നരേന്ദ്രമോദിയെ മുഖ്യമന്ത്രിയാക്കാൻ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചുവെങ്കിലും പട്ടേലിനെ പുറത്താക്കി താരതമ്യേന പരിചയക്കുറവുള്ള മോദിയെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തുന്നതിൽ പാർട്ടിയിലെ മുതിർന്ന നേതാവായിരുന്ന LK അദ്വാനിക്ക് താല്പര്യമില്ലായിരുന്നു. പട്ടേൽ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയാവാനുള്ള പാർട്ടിയുടെ നിർദ്ദേശം മോദി തള്ളിക്കളഞ്ഞു. ഗുജറാത്ത് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തം ഭാഗികമായി ഏറ്റെടുക്കുന്നതിൽ തനിക്ക് താല്പര്യമില്ലെന്നായിരുന്നു മോദി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചത്. 2001 ഒക്ടോബർ 7 ഗുജറാത്ത് മുഖ്യമന്ത്രിയായി മോദി സ്ഥാനമേറ്റെടുത്തു. ഡിസംബർ 2002 വരാനിരിക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിന് വേണ്ടി പാർട്ടിയെ സജ്ജമാക്കുക എന്ന ചുമതല കൂടിയായിരുന്നു മോദിക്ക്. 2002 തെരഞ്ഞെടുപ്പിൽ BJPക്ക് 182 അംഗ നിയമസഭയിൽ 126 സീറ്റുകൾ ലഭിക്കുകയും മോദി വീണ്ടും മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. 2002 ഗുജറാത്തിൽ നടന്ന വംശീയ കലാപത്തിൽ സർക്കാരിന്റെ പരാജയവും നീതി നിഷേധവും ആരോപിക്കപ്പെട്ടതിനാൽ ഈ തെരഞ്ഞെടുപ്പ് പ്രത്യേകം നിരീക്ഷിക്കപ്പെട്ടിരുന്നു. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട കേസുകളിൽ അന്വേഷിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരായ നരേന്ദ്രമോദി ക്രിമിനൽ കേസുകളിൽ ചോദ്യം ചെയ്യലിന് വിധേയമാകുന്ന രാജ്യത്തെ ആദ്യ മുഖ്യമന്ത്രി കൂടിയാണ്.